സർജറിക്ക് ട്രാൻസ് വിമണിനും ട്രാൻസ് മെന്നിനും 2.5 ലക്ഷം 5 ലക്ഷം ഈ എമൗണ്ട് സർജറി ചെയ്ത ശേഷം റീഇംബേഴ്സ് ചെയ്ത് കിട്ടും. എല്ലാ സർജറിക്കും അതിൻ്റെതായിട്ടുള്ള കോൺസിക്വൻസസ് ഉണ്ട്. സക്സസും പ്രതീക്ഷിക്കാം, ഫെയിലിയറും പ്രതീക്ഷിക്കാം. ആളുകൾക്ക് അപ്രോച്ച് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഇവിടുത്തെ മനുഷ്യന്മാർക്കും എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ഇത് ട്രാൻസ്ജെൻഡർ എന്നൊരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മാത്രമുള്ള ലോയറല്ല. 2 പ്രോജക്റ്റുകൾ എനിക്ക് വിജയിപ്പിക്കാൻ സാധിച്ചു. ട്രാൻസ് കപ്പിൾസിനുണ്ടാവുന്ന കുട്ടികൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടും. അതിന് നമുക്ക് അനുകൂലമായ വിധി കിട്ടി. വളരെ ടെൻഷൻ അടിച്ച് ചെയ്തൊരു കേസാണ്. ഗേ കപ്പിൾസിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടൽ വിട്ടുകിട്ടാൻ വേണ്ടിയുള്ള കേസ്. ട്രാൻസ് പേഴ്സൺ എന്ന രീതിയിൽ 10 കേസ് വരുമ്പോൾ അതിൽ ഒരു ട്രാൻസ് പേഴ്സന്റെ കയ്യിലോട്ട് വരിക 10-ൽ 3 എണ്ണേ വരുള്ളൂ. ഈ 7 പേരുടെ വിചാരം ഇവരുടെ അടുത്ത് പോയിട്ട് കാര്യമില്ല. പക്ഷേ ഈ 3 കേസിനകത്തും പോസിറ്റീവ് വിധി വന്നു എന്നുള്ളത് അത് ആളുകൾ അറിയുന്നില്ല. ഞാൻ പ്രതിനിധീകരിക്കുന്ന കമ്മ്യൂണിറ്റിക്ക് സിമ്പതി വേണ്ട. ഞങ്ങൾക്ക് ഞങ്ങളുടെ അവകാശം മാത്രം തന്നാൽ മതി. എന്താണ് അവകാശം എന്ന് ചോദിച്ചാൽ ജോലി ചെയ്യാനുള്ള അവകാശം. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. ട്രാൻസ്ജെൻഡർ പേഴ്സൺ ആയിട്ടുള്ളൊരു വ്യക്തി ഉണ്ടാവുമല്ലോ, അവർക്ക് ഇപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ആ ഒരു സർജറി നടത്തണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഒരു പ്രൊസീജിയർ? ഇവൻ ഫിനാൻഷ്യൽ സപ്പോർട്ട് ഇല്ലാത്ത ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ട്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു വ്യക്തി ട്രാൻസ് പേഴ്സൺ ആണ് എന്ന് സ്വയം മനസ്സിലാക്കിയ ശേഷം ഒരു ഹോസ്പിറ്റലിൽ പോവുക. ഒരിക്കലും ഒരു കമ്മ്യൂണിറ്റി മെമ്പറിനെ ബന്ധപ്പെടുകയല്ല വേണ്ടത്. പല കുട്ടികളും വിചാരിക്കുന്നത് റീൽസിൽ കാണുമ്പോൾ അവർ ഇത്ര ഹാപ്പിയായി ജീവിക്കുന്നു, അപ്പോൾ അങ്ങനെ കണ്ടൊരു കമ്മ്യൂണിറ്റി മെമ്പറിനോട് സംസാരിക്കാം എന്ന് അല്ല ചിന്തിക്കേണ്ടത്. ആദ്യം ഒരു സൈക്കാട്രിസ്റ്റിനെ പോയി കാണുക. ഇത് മാനസിക രോഗവും അങ്ങനെ ആയിട്ടൊന്നും ചിന്തിക്കേണ്ട. ജെൻഡർ ഡിസ്ഫോറിയ എന്നൊരു അവസ്ഥയാണ്. ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിനെ, ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ പോയി കാണണം, ഒരു സൈക്കാട്രിസ്റ്റിനെ പോയി കാണണം. അവരെ പോയി കണ്ട്, ഇപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ പോയി കണ്ടത് ഡോക്ടർ ദീപ്തി മാമിനെയാണ്. ദീപ്തി മാം എന്നോട് പറഞ്ഞത്, യു ആർ പീസ് ഓഫ് എ കേക്ക്. ഏത് ബോക്സിൽ വെക്കണം എന്നുള്ളത് ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അവരല്ല വെച്ച് തന്നത്, എന്നെ അവർ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്തത്. ലെസ്ബിയനിൽ വെക്കണോ, ഗെയിൽ വെക്കണോ, ട്രാൻസ്ജെൻഡർ വെക്കണോ, അങ്ങനെ എൻ്റെ സെക്ഷുവാലിറ്റി, എൻ്റെ ജെൻഡർ എന്താണെന്ന് ഞാൻ എന്നെ കൊണ്ട് അവർ ഹെൽപ്പ് ചെയ്യും. ആ ഹെൽപ്പാണ് നിങ്ങൾക്ക് വേണ്ടത്. ആ ഹെൽപ്പ് നിങ്ങൾ നേടിയെടുത്ത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെന്ന്. അത് മനസ്സിലാക്കിയ ശേഷം നിങ്ങൾ ചെയ്യേണ്ട അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, ഹോർമോൺ, അതിനുശേഷം ജെൻഡർ ഡിസ്ഫോറിയാണ് എന്ന് തിരിച്ചറിയുകയാണെങ്കിൽ, പിന്നെ മുന്നോട്ട് പോകാൻ ഹോർമോൺ ആവശ്യമുണ്ട് എന്ന് ഉറപ്പാക്കുകയാണെങ്കിൽ ഒരു എൻഡോക്രൈനോളജിസ്റ്റിനെ കാണുക. എൻഡോക്രൈനോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ബ്ലഡ് എല്ലാം ടെസ്റ്റ് ചെയ്ത് ഹോർമോൺ ലെവലുകളെല്ലാം നോക്കിയ ശേഷം മാത്രം ഹോർമോണുകൾ ആരംഭിക്കുക. ഒരിക്കലും മറ്റൊരാളുടെ, അതായത് ഒരു കമ്മ്യൂണിറ്റി മെമ്പറിൻ്റെ ഉപദേശപ്രകാരം അവർ കഴിക്കുന്ന ഹോർമോൺ വാങ്ങി കഴിക്കരുത്. പ്രോപ്പറായി ഡോക്ടറെ കണ്ട് ഡോക്ടർ പറയുന്ന ഹോർമോണിൻ്റെ അളവ്, നമുക്ക് പെട്ടെന്ന് സുന്ദരിയാവണം അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് താടി മീശയും വളരണം എന്നും വെച്ച് ഡബിൾ എമൗണ്ട് ഒന്നും കുത്തിവെച്ച് ഹോർമോൺസ് എടുക്കരുത്. നമ്മുടെ കിഡ്നിക്ക്, നമ്മുടെ ലിവറൊന്നും താങ്ങൂല ഇതൊന്നും. ഇപ്പോൾ ഈ സ്വാഭാവികമായിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ മാരിവില്ല് എന്ന് പറഞ്ഞ ട്രാൻസ്ജെൻഡർ ക്ലിനിക്കുണ്ട്. ആ ക്ലിനിക്കിൽ പോയിട്ട് നമ്മുടെ പേര് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഹോർമോണുകൾ സൗജന്യമായിട്ട് കിട്ടും. അത് ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ വേണം. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇത് കേൾക്കുന്ന ആരെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഹോർമോണിൻ്റെ എമൗണ്ട് അവിടെ നിന്ന് കിട്ടും. പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടെസ്റ്റ് ചെയ്തതിൻ്റെ ബില്ല് കൊണ്ട് കൊടുത്താൽ ആ എമൗണ്ട് റീഇംബേഴ്സ് ചെയ്ത് കിട്ടും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന കാര്യമാണ്. അപ്പോൾ അത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ അടുത്തതാണ് സർജറി. സർജറിക്ക് ട്രാൻസ് വിമണിനും ട്രാൻസ് മെന്നിനും 2.5 ലക്ഷം 5 ലക്ഷം എന്നാണ് എൻ്റെ ഓർമ്മ. ഈ എമൗണ്ട് സർജറി ചെയ്ത ശേഷം റീഇംബേഴ്സ് ചെയ്ത് കിട്ടും. ഇതാണ് എൻ്റെ ഓർമ്മയിൽ അടുത്താണ് ഞാൻ ഈ എമൗണ്ട് പറഞ്ഞത്. എമൗണ്ട് വ്യക്തതയില്ല, ഒരു എമൗണ്ട് ഉണ്ട്, സർജറി എമൗണ്ട് കിട്ടും. ഇത് അല്ലാതെ പിന്നെ എന്താ പറയുക, ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സാറ് ഒരു പദ്ധതി പോലെ നടപ്പിലാക്കുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അദ്ദേഹത്തിൻ്റെ പദ്ധതിയിൽ കുറേ പേരെ സഹായിച്ചതായിട്ട് കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് ഇതിൻ്റെ കുറേ മാർഗങ്ങൾ. ഇത് സക്സസ് റേറ്റ് ശരിക്കും ഉണ്ടോ? സർജറിയുടെ സക്സസ് റേറ്റും കാര്യങ്ങളും, അത് എല്ലാ സർജറിക്കും അതിൻ്റേതായിട്ടുള്ള കോൺസിക്വൻസസ് ഉണ്ട്. അതിലിപ്പോൾ സക്സസ് ആവാതിരിക്കാം, ആയ ആളുകളുണ്ട്, അല്ലാത്ത നമ്മൾ ഓൾറെഡി കുറേ യൂട്യൂബ് ചാനൽ നമ്മൾ കേട്ടിട്ടുണ്ട്. എൻ്റെ സർജറി സക്സസ് ആയിട്ടില്ല, ഞാൻ ഗ്രാമ്പു ഉപയോഗിച്ച്, ഞാൻ പിന്ന് ഉപയോഗിച്ചിട്ടാണ് യൂറിനേറ്റ് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാനായിട്ട് പറയുന്നതല്ലല്ലോ.
അങ്ങനെയുള്ളതും ഉണ്ട്, സക്സസ് ആയവരുടെ ഉണ്ട്, തായ്ലൻഡിൽ പോയി ചെയ്തവരുടെ ഉണ്ട്. അങ്ങനെ അതൊക്കെ സക്സസ് ആയ, അവിടെ പോയാലും ചിലപ്പോൾ ഫെയിലിയർ ആവാം. ഇതൊരു വലിയൊരു മേജർ സർജറിയാണ്. അപ്പോൾ സക്സസും പ്രതീക്ഷിക്കാം, ഫെയിലിയറും പ്രതീക്ഷിക്കാം. അപ്പോൾ അത് മുൻകൂട്ടി മനസ്സിലാക്കി മുന്നോട്ട് പോവുക. എല്ലാം എടുത്തു ചാടി ഒന്നും ചെയ്യാതിരിക്കുക. എനിക്കതേ പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ശരിക്കും ആലോചിച്ച് പഠിച്ച് ഡോക്ടറെ കണ്ട് മനസ്സിലാക്കുക എന്ത് സർജറിയാണ് ചെയ്യാൻ പോകുന്നത്, ഈ സർജറി ചെയ്താൽ എനിക്ക് എന്തെല്ലാം ദൂഷ്യഫലങ്ങൾ ഉണ്ടാകും, എന്തെല്ലാം അഡ്വാൻറ്റേജ് ഉണ്ടാകും, ഇതെല്ലാം ഡോക്ടറോട് ചോദിക്കുക. അല്ല ഡോക്ടർ പറഞ്ഞത് കേട്ട് സർജറി ചെയ്യണം എന്നാൽ പോയി ചെയ്തേക്കാം, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. എന്തായിരുന്നു 2023 പത്മലക്ഷ്മിക്ക്? എല്ലാ വർഷവും നമ്മൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വിചാരിക്കും ഈ വർഷം നന്നാവും. അങ്ങനെ നന്നായൊരു വർഷമാണ് 2023. 2023 മാസം 19-ാം തീയതി, മാർച്ച് 19-ന് കേരള ഹൈക്കോടതിയിൽ എൻറോൾ ചെയ്ത ആ ഡേ വരെ ഞാൻ അനുഭവിച്ചിട്ടുള്ളൊരു സ്ട്രഗിളുണ്ട്. ഈവൻ എന്തായിത്തീരും ജീവിതം, ഇനി മുന്നോട്ട് എങ്ങനെ, അത്തരം കാര്യങ്ങൾക്കെല്ലാം വളരെ പ്രയാസപ്പെട്ട് നിൽക്കുന്നൊരു ടൈം ഉണ്ടായിരുന്നു. അത് എൻ്റെ എൻറോൾമെൻറ്റിലോട് കൂടി എനിക്ക് കുറേ മാറ്റങ്ങൾ സംഭവിച്ചു. എനിക്ക് എൻറോൾ ചെയ്യാൻ സാധിച്ചു. അതിൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം എൻറോൾ ചെയ്യുക എന്നുള്ളത്, എൻ്റെ പേരിൽ തന്നെ എൻറോൾ ചെയ്യുക എന്നുള്ളത് വളരെ പ്രശ്നമായിരുന്നു. എന്നെ അതിന് നിന്ന് ഹെൽപ്പ് ചെയ്തത് നമ്മുടെ ലോ മിനിസ്റ്റർ പി രാജീവ് സഖാവാണ്. ഞാൻ ഈ കാര്യം പി രാജീവ് സഖാവിനോട് പറഞ്ഞു, എനിക്കിങ്ങനെ എൻറോൾ ചെയ്യാൻ ഇഷ്യൂ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു പ്രശ്നത്തിൻ്റെ ആവശ്യമില്ല. വക്കീലാവുക എന്നുള്ളത് അതൊരു നോർമൽ ഇതാണ്. പക്ഷേ വക്കീലായ ശേഷം എന്തെങ്കിലും സമൂഹത്തിന് വേണ്ടി ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ എനിക്ക് ആ 23-ന് ശേഷം എൻ്റെ മുമ്പിലുള്ളൊരു ഉത്തരവാദിത്വം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പ്രതിനിധീകരിക്കുന്ന ഈ മൈനോറിറ്റി ആയിട്ടുള്ള ഈ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതായിരുന്നു ആദ്യത്തെ എൻ്റെ മുമ്പിലത്തെ ചോദ്യം. അത് ഇപ്പോഴും എന്താ പറയുക, സ്റ്റിൽ അതിനകത്ത് എനിക്ക് 2 പ്രോജക്റ്റുകൾ എനിക്ക് വിജയം കൈവരിക്കാൻ സാധിച്ചു. ഒന്ന്, ഹൊറിസോണ്ടൽ റിസർവേഷൻ കൊണ്ടുവരുവാൻ വേണ്ടി കേരള ഹൈക്കോടതിയിൽ നിന്ന് ഒരു ഡയറക്ഷൻ വാങ്ങിച്ചു. ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ജോലിയുടെ കാര്യത്തിൽ ഒരു റെപ്രസെൻറ്റേഷൻ, റിസർവേഷൻ ഈസ് എ കൈൻഡ് ഓഫ് എ റെപ്രസെൻറ്റേഷൻ, അത് കൊണ്ടുവരാൻ സാധിച്ചു. പിന്നെ രണ്ടാമത്തേത് സഹദ് സിയ, അവരുടെ കേസ് നിങ്ങൾക്ക് അറിയാമല്ലോ. സഹദ് സിയ ദമ്പതികൾക്ക് ഉണ്ടായ കുട്ടിക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് കോഴിക്കോട് കോർപ്പറേഷൻ കൊടുക്കില്ലായിരുന്നു. അതായത് ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കും, സഹദിനെ അമ്മയായിട്ടും സിയനെ അച്ഛനായിട്ടും കണ്ടുകൊണ്ട്. അതായത് അത് പെർഫെക്റ്റ്ലി കോൺട്രഡിക്ഷനാണ്. അത് നമ്മളാരും സയൻസിനെ ഒന്നും കുറ്റം പറയുന്നില്ല. നമ്മൾ ആവശ്യപ്പെട്ടത് പാരൻറ്റ്, രക്ഷിതാവ് എന്ന രീതിയിൽ തരാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ അത് കേരള ഹൈക്കോടതിയിൽ ബഹുമാനപ്പെട്ട സിയാദ് റഹ്മാൻ സാറിൻ്റെ ബെഞ്ചിലായിരുന്നു കേസ് കേട്ടത്. അതിൽ നമുക്ക് അനുകൂലമായൊരു വിധി കിട്ടി. അപ്പോൾ ഇനി നാളെ വരുന്ന ട്രാൻസ് കപ്പിൾസിനുണ്ടാവുന്ന കുട്ടികൾക്ക് ഇനി പാരൻറ്റ് എന്നൊരു ജഡ്ജ്മെൻറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പം അങ്ങനെ 2 പ്രോജക്റ്റുകൾ എനിക്ക് വിജയിപ്പിക്കാൻ സാധിച്ചു. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ പ്രധാനമായിട്ട് ഉറ്റുനോക്കി വളരെ ടെൻഷൻ അടിച്ച് ചെയ്തൊരു കേസാണ് ഗേ കപ്പിൾസിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടൽ കിട്ടാൻ വേണ്ടിയുള്ള കേസ്. അത് ഭയങ്കര ടെൻഷൻ അടിച്ച് ചെയ്തൊരു കേസായിരുന്നു. അങ്ങനെ 2023 മുതൽ 2025 വരുന്നതോറും ഉത്തരവാദിത്വം ഓരോ ദിവസം കൂടി വരികയാണ്. ട്രാൻസ് പേഴ്സൺ എന്ന രീതിയിൽ പൊതുസമൂഹത്തിൽ ഇപ്പോഴും മാറ്റങ്ങളൊന്നും കാര്യമായി വന്നിട്ടില്ല. അതായത് അങ്ങനെ വരുമ്പോൾ എന്താ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ, ഒരു 10 കേസ് വരുമ്പോൾ അതിൽ ഒരു ട്രാൻസ് പേഴ്സൻ്റെ കയ്യിലോട്ട് വരിക 10-ൽ 3 എണ്ണേ വരുള്ളൂ. അപ്പോൾ ഈ 7 പേരുടെ വിചാരം ഇവരുടെ അടുത്ത് പോയിട്ട് കാര്യമില്ല എന്നാണ്. പക്ഷേ ഈ 3 കേസിനകത്തും പോസിറ്റീവ് വിധി വന്നു എന്നുള്ളത് അത് ആളുകൾ അറിയുന്നില്ല. ഈ ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട് തന്നെ പൊതുവെ ആളുകൾക്ക് ആ ഒരു കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്യാൻ മാത്രമുള്ള ഒരു ലോയർ ആയിരിക്കും എന്നുള്ളൊരു മുൻവിധി എന്നൊരു മുൻവിധി ഉണ്ട്. ഇപ്പം നമ്മളൊരു ചില കോളേജിലൊക്കെ അവരുടെ പ്രോഗ്രാം ഇനാഗുറേറ്റ് ചെയ്യാനൊക്കെ പോകുമ്പോൾ പറയും ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയുള്ളല്ലോ. ഞാൻ അപ്പോൾ എടുത്ത് പറയാറുണ്ട്, ഞാൻ ഇവിടുത്തെ മനുഷ്യന്മാർക്കും എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ഇത് ട്രാൻസ്ജെൻഡർ എന്നൊരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മാത്രമുള്ള ലോയറല്ല. ഇപ്പം ഞാൻ ആദ്യം ചെയ്ത കേസ്, ഞാനൊരു ആൻറ്റിസിപ്പേറ്ററി ബെയിലിലൂടെയാണ് ഞാൻ കേരള ഹൈക്കോടതിയിൽ ആദ്യം ഹിയർ ചെയ്തത്. പ്രധാനമായിട്ട് എൻ്റെ ഒരു ഓൺ കേസ് എന്ന രീതിയിൽ സ്വന്തമായിട്ട് എടുത്ത് ചെയ്ത കേസ് അതാണ് എനിക്ക് ത്രില്ലിംഗ് ആയി ചെയ്തൊരു കേസ്. ആൻറ്റിസിപ്പേറ്ററി ബെയിലായിരുന്നു. അത് ചെയ്തത് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയല്ല,
ആ വ്യക്തി എന്നെ വിശ്വസിച്ച് കേസ് ഏൽപ്പിച്ചു, ഞാനത് ചെയ്തു കൊടുത്തു. അപ്പോൾ എന്താ കൺവിക്ഷൻ റേറ്റും അക്വിറ്റൽ റേറ്റും നോക്കുക. അക്വിറ്റൽ റേറ്റാണ് എനിക്ക് എന്താ പറയുക കൂടുതലുള്ളത്. അപ്പോൾ ഈ ഒരു ട്രാൻസ് ആണ് ഈ വ്യക്തി എന്നുള്ളത് കൊണ്ട് മാറി നിൽക്കുന്നത്, അത് മണ്ടത്തരമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വേറെ ഞങ്ങൾ ശരിക്കും ഒരു ഐഡന്റിറ്റി പലതിനും ഹിൻഡ്രൻസ് ആകുന്നുണ്ട്, ഇല്ല ഞാൻ ഒരിക്കലും പറയുന്നില്ല. ആളുകൾക്ക് അപ്രോച്ച് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഒരു തരത്തിൽ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, എനിക്ക് ഈ പറഞ്ഞ പോലെ എന്താ പറയുക ഹസ്ബൻഡ്, കുട്ടികൾ, അവരുടെ കാര്യങ്ങൾ, വീട്ടുകാര്യങ്ങൾ, അതൊന്നും എനിക്ക് നോക്കേണ്ട ഇതില്ല. ഈവൻ ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സിലായി അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് എനിക്ക് എൻ്റെ പ്രൊഫഷനാണ് മാത്രമേ ഉള്ളൂ. എനിക്കിപ്പോൾ രാവിലെ 6 മണിക്ക് ഞാൻ എണീറ്റ് കഴിഞ്ഞ് എൻ്റെ ഫയൽ ഓപ്പൺ ചെയ്താൽ രാത്രി 10 മണിയാകുമ്പോഴാണ് ഞാൻ ഫയൽ ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കേസിൽ ഞാൻ വർക്കൗട്ട് ചെയ്യുന്ന സമയം ഒരിക്കലും മറ്റൊരു ഹെറ്ററോസെക്ഷൽ പേഴ്സൺ വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം അവർക്ക് ഹസ്ബൻഡുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക വൈഫുണ്ട്, കുട്ടികളുണ്ട്, അവരുടേതായിട്ടുള്ള കുറേ ടൈംസ് ഉണ്ട്, അതവർക്ക് ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ ഇത് എനിക്കില്ല. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ വിഷയം വന്നതുകൊണ്ട് ചോദിക്കുകയാണ്, ഭാവിയിലേക്ക് അതുപോലെ ഒരു വിവാഹവും കുട്ടികളെന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ലേ ശരിക്കും? അതായത് ഞാൻ പേഴ്സണലി ഈ ലൈഫിൽ ഇന്ന് ഹാപ്പിയാണ്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇനി ഉണ്ടാവുകയാണെങ്കിൽ വരട്ടെ, ഇല്ല ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഒരു കൂട്ട് എപ്പോഴും നല്ലത് തന്നെയാണ്. ഇല്ലയെന്ന് ഞാൻ അതിന് അത്ര വിവാഹ വിരോധിനിയൊന്നുമല്ല. അങ്ങനെ ഡിവോഴ്സ് കേസൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും എന്ന് വെച്ച് ഡിവോഴ്സ് ആവണം അങ്ങനത്തെ ചിന്താഗതികളൊന്നും തന്നെ ഇല്ല. പ്രധാനമായിട്ടും എന്താ പറയുക, അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ. പക്ഷെ ഞാൻ പറഞ്ഞത് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. സിംഗിൾ ലൈഫിന്റെ ഒരു കുറച്ചുകൂടെ ഒരു ബെനിഫിറ്റ് ഇവിടെ ഉണ്ട്. അതായത് കമ്പാരിറ്റീവ്ലി കൂടുതൽ ബെനിഫിറ്റാണ് എനിക്ക് കിട്ടുന്നത്. കാരണം എനിക്ക് വേറെ ഒന്നും ഇല്ല ചെയ്യാൻ ലൈഫിൽ, എനിക്കിത് മാത്രമേ ചെയ്യാനുള്ളൂ. ഒരു ഈ പറഞ്ഞ പോലെ പൊതുവെ ലോയേഴ്സിനെ കുറിച്ച് ഉള്ളൊരു ധാരണയുണ്ട്. ശരിക്കും ഈ ഡോക്ടർ, ടീച്ചർ ഇതെല്ലാം തന്നെ പ്രൊഫഷണൽ ജോബാണ്. ലോയേഴ്സും പ്രൊഫഷണൽ ജോബാണ്. ഇപ്പോൾ ലോയേഴ്സിനെ കുറിച്ച് പുറത്ത് കാണുന്നതല്ലാതെ ആളുകൾക്ക് അകത്തേക്ക് അറിയാനൊരു താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ ലിറ്ററലി നിങ്ങളുടെ ഒരു പ്രൊഫഷണൽ ജോബിനപ്പുറം നിങ്ങളുടെ ഒരു ഫ്രീലാൻസിങ് ജോബല്ലേ? തീർച്ചയായിട്ടും ഫ്രീലാൻസിങ് ജോബാണ്. ഒട്ടും സെക്യൂരിറ്റി ഇല്ലാത്ത ജോലിയാണ് പ്രൊഫഷണൽ ജോബ് എന്ന് പറഞ്ഞ്. കാരണം ഡോക്ടേഴ്സ് ഒക്കെ ഓഫീസിൽ പോവാ, അവർക്ക് മന്ത്ലി ശമ്പളം വരുമല്ലോ. സെക്യൂർഡ് ആണ്. അതെ, ആക്ച്വലി അവരെല്ലാം സെക്യൂർ ജോബാണ്. ഇപ്പോൾ എഞ്ചിനീയർ ആണെങ്കിലും ഡോക്ടർ ആണെങ്കിലും പ്രൊഫഷണൽസ് ആണ്. അവർ സെക്യൂർഡ് ആണ്. അവർക്ക് മന്ത്ലി ഒരു എമൗണ്ട് കിട്ടും. പക്ഷേ ശരിയാണ്, മന്ത്ലി ഒരു എമൗണ്ട് ഇപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു ലോയറിൻ്റെ കീഴിൽ നിൽക്കുകയാണെങ്കിൽ മീൻസ് ആ ഒരു ലോയർ സീനിയർ വിചാരിക്കണം, എന്നാൽ മാത്രമാണ് എന്തെങ്കിലും കിട്ടുള്ളൂ. കാണുന്ന പോലെ തന്നെയാണോ നമുക്ക് കുറേ നാള്? അതായത് ആ സീനിയർ വിചാരിക്കണം ഈ കുട്ടിയും ഇവിടെ എന്താ പറയുക നിലനിൽക്കേണ്ട വ്യക്തിയാണെന്നും ഈ ഒരു തൊഴിലിനോട് പാഷൻ ഉള്ളത് കൊണ്ടും ഈ ഒരു തൊഴിലൊരു പ്രൊഫഷനാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടുമാണ് ഈ കുട്ടി ഇവിടെ വന്നിട്ടുള്ളതെന്നും ആ കുട്ടി അതൊന്ന് പഠിക്കുന്നുണ്ടെന്നും മനസ്സിലാക്കി ആ ഒരു ലോയർ, ആ സീനിയർ വിചാരിച്ചിട്ട് വേണം ജൂനിയേഴ്സിന് ഒരു എമൗണ്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കൊടുക്കുന്ന എന്താ പറയുക സീനിയേഴ്സ് ആണെങ്കിൽ വളരെ ചുരുക്കമുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഞാൻ എന്താ പറയുക, ഞാൻ ഇതിന് മുമ്പ് ആദ്യം ഒരു ഓഫീസിൽ നിന്നു. ആ ഓഫീസിൽ നിന്ന സമയത്ത് എനിക്ക് കിട്ടിയിട്ടുള്ളൊരു ഉത്തരവുണ്ട്. അതെങ്ങനെയായിരുന്നു, പത്മ വന്ന വഴി മറന്നു, മീൻസ് എന്തായിരുന്നു പത്മ ഇവിടെ വന്നപ്പോൾ എന്തായിരുന്നു, ഇപ്പം എന്താണെന്ന് ഓർക്കും നന്നായിരിക്കും, ഞാൻ നിങ്ങൾക്ക് തന്നതെല്ലാം ഔദാര്യമായിരുന്നു എന്നെല്ലാം പറയുന്ന സീനിയറും ഉണ്ട്. ഇന്ന് രാവിലെ എന്നെ വിളിച്ച് മോളെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിട്ട് ചെയ്യണം കേട്ടോ എന്ന് പോസിറ്റീവോട് കൂടി പറഞ്ഞ സീനിയറും ഉണ്ട്. പിന്നെ ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട് ആ സിമ്പതി പിടിച്ചു വെച്ച് ജീവിക്കാനാണ് ഇയാൾ നോക്കുന്നത് എന്ന് പറയുന്ന ആളുകളും ഉണ്ട്. ഇവിടെ ഒരു വ്യക്തിയും, ഈവൻ എൻ്റെ പേഴ്സണൽ വ്യൂവിൽ പറയുന്നതാണ്, എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുന്നതാണ്, ഒരിക്കലും എനിക്കെന്നല്ല ഞാൻ പ്രതിനിധീകരിക്കുന്ന കമ്മ്യൂണിറ്റിക്ക് സിമ്പതി വേണ്ട. ഞങ്ങൾക്ക് ഞങ്ങളുടെ അവകാശം മാത്രം തന്നാൽ മതി. എന്താണ് അവകാശം എന്ന് ചോദിച്ചാൽ ജോലി ചെയ്യാനുള്ള അവകാശം. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ പത്മലക്ഷ്മി എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ജെൻഡർ ലോയർ അല്ല, ഒരു ലോയർ ആണ്. എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടുള്ള ഒരു യൂസർ ഫ്രണ്ട്ലി ലോയറാണ്.
ഇനിയും അപ്പോൾ ഇനി ജഡ്ജായിട്ട് ഇനി കുറച്ച് നാൾ കഴിഞ്ഞിട്ടൊരു 8 കൊല്ലത്തിന് ഇപ്പോൾ ഓൾറെഡി പ്രാക്ടീസ് 3 കൊല്ലമായില്ലേ? 3 കൊല്ലമായി. 3 കൊല്ലമായി. അപ്പോൾ ഇനി ഒരു 7 കൊല്ലത്തിന് ശേഷം ഞാൻ ഇന്റർവ്യൂ എടുക്കാൻ വരാൻ നേരത്ത് ജഡ്ജായിട്ടുള്ള പത്മലക്ഷ്മിയായിട്ട് എനിക്ക് ഇന്റർവ്യൂ എടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാവട്ടെ. ഇത്രയും സമയം നമ്മുടെ കൂടെ ചെലവഴിച്ചതിൽ ഒരുപാട് നന്ദി. അപ്പോൾ ഇനിയും വലിയ വലിയ ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റട്ടെ, മറ്റുള്ളവരെയും കൂടെ കൈപിടിച്ച് ഉയർത്താൻ സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച് ടു ബി ഹിയർ. താങ്ക് യു സോ മച്ച്. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.